ഹായ് ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജി ബിസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ 4th പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡിഗോ കൾട്ടിവേഷനെ കുറിച്ചൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത് ഹൗ വാസ് ഇൻഡിഗോ കൾട്ടിവേറ്റഡ്, അതുപോലെയുള്ള ഇൻഡിഗോനെ കുറിച്ചുള്ള എങ്ങനെയാണ് അതിൻ്റെ ഡൈ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചുള്ള പ്രോസസ്സിനെയൊക്കെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. There were two main systems of indigo cultivation. ഇൻഡിഗോ കൾട്ടിവേഷൻ്റെ രണ്ട് മെയിൻ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം നിജ് സിസ്റ്റവും മറ്റേത് റിയോത്തി സിസ്റ്റവും. നിജും റിയോത്തി. Within the system of niche cultivation, the planter produced the indigo in lands that he directly controlled. ഈ നിച്ച് സിസ്റ്റം എന്ന് പറയുന്നതിൽ അതിൽ പ്ലാന്റർ എന്താ ചെയ്യുന്നത്? പ്ലാന്റർ എന്ന് പറഞ്ഞാൽ ആ കൾട്ടിവേഷൻ ചെയ്യുന്നതിൻ്റെ ഓണർ. ആ പ്ലാന്റർ, ആ ഓണർ എന്ത് ചെയ്യും? അയാൾ ഏതൊക്കെ ലാൻഡാണ്, അതായത് അയാളുടെ ഡയറക്റ്റ് കൺട്രോളിലുള്ള നിലങ്ങളിലാണ് ഈ പ്ലാന്റർ ഈ സിസ്റ്റത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇൻഡിഗോ നിച്ച് കൾട്ടിവേഷനിൽ പ്ലാന്റർ ഡയറക്റ്റ്ലി അയാളുടെ കൺട്രോളിലുള്ള ലാൻഡിൽ കൃഷി ചെയ്യുന്നു. ഹി ഈതർ ബോട്ട് ദ ലാൻഡ്, അയാൾ ഒന്നുമില്ലെങ്കിൽ ആ ലാൻഡ് അയാൾ പൈസ കൊടുത്ത് വാങ്ങിക്കും, എന്നിട്ട് അതിൽ ഈ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യും. അല്ലെങ്കിൽ റെൻറ്റഡ് ഇറ്റ് ഫ്രം ദ അതർ ജമീന്ദാർസ്, മറ്റുള്ള ജന്മികളിൽ നിന്ന് റെൻറ്റിനെടുത്തിട്ട്, പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യും. ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഇൻഡിഗോ ബൈ ഡയറക്ട്ലി എംപ്ലോയിങ് ഹയർഡ് ലേബർ. അവർ ഈ കൾട്ടിവേറ്റർ, ഈ പ്ലാന്റർ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് കുറച്ച് കൃഷിക്കാരെയൊക്കെ വിളിച്ച്, കൂലിപ്പണിക്കാരെയൊക്കെ വിളിച്ച് അവർ സ്വന്തമായി അവരുടെ ലാൻഡിൽ അല്ലെങ്കിൽ അവർ പാട്ടത്തിനെടുത്ത ലാൻഡിൽ കൃഷി ചെയ്യിപ്പിക്കും. ആ സിസ്റ്റത്തെയാണ് പറയുന്നത് നിച്ച് കൾട്ടിവേഷൻ. ദ പ്രോബ്ലം വിത്ത് നിച്ച് കൾട്ടിവേഷൻ. അപ്പോൾ ആ നിച്ച് കൾട്ടിവേഷനിലുള്ള എന്തൊക്കെയായിരുന്നു പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്, അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാന്റേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സ്പാൻഡ് ദി ഏരിയ അണ്ടർ നിച്ച് കൾട്ടിവേഷൻ. അവരുടെ അടുത്തുണ്ടായിരുന്ന 1 ഏക്കറാണെങ്കിൽ ആ 1 ഏക്കറിൽ മാത്രം അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയില്ല, വികസിപ്പിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ഇൻഡിഗോ കുഡ് ബി കൾട്ടിവേറ്റഡ് ഓൺലി ഓൺ ഫെർട്ടൈൽ ലാൻഡ്സ്. നല്ല ഫെർട്ടൈലായിട്ടുള്ള, നല്ല ഫലഭൂയിഷ്ടിയുള്ള ലാൻഡിൽ മാത്രമേ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് ദീസ് വെർ ഓൾറെഡി ഡെൻസ്ലി പോപ്പുലേറ്റഡ്. അപ്പോൾ ആ ലാൻഡുകളെല്ലാം ഓൾറെഡി ഒരുപാട് പേര് കൃഷി ചെയ്യുന്നതും ജീവിക്കുന്നതുമായ ലാൻഡുകളായിരുന്നു. ഓൺലി സ്മോൾ പ്ലോട്ട്സ് സ്കാറ്റേർഡ് ഓവർ ദ ലാൻഡ്സ്കേപ്പ് കുഡ് ബി അക്വയർഡ്. അപ്പോൾ ചെറിയ പ്ലോട്ടുകൾ, അതും ആ സ്ഥലത്ത്, ആ ഏരിയയിൽ സ്കാറ്റേർഡായി കിടക്കുന്ന, സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങിങ്ങായി ചെതറിക്കിടക്കുന്ന ചെറിയ പ്ലോട്ടുകൾ അവർക്ക് കിട്ടാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു വലിയ ഏരിയയിൽ കൃഷി ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അവരുടെ ഏരിയ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്ലാന്റേഴ്സ് നീഡഡ് ലാർജ് ഏരിയാസ് ഇൻ കോമ്പാക്ട് ബ്ലോക്സ് ടു കൾട്ടിവേറ്റ് ഇൻഡിഗോ പ്ലാന്റേഷൻസിന് വേണ്ടിയിട്ട് അവർക്ക് വലിയൊരു ഏരിയ, ഒരു ഏരിയയിൽ തന്നെ വലിയൊരു ഏരിയ അവർക്ക് ആവശ്യമായിരുന്നു ഈ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്. അവിടെ ഇവിടെയായിട്ട് ചെറിയ പ്ലോട്ടാണെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് ഏരിയ അവർക്ക്, ലാൻഡ് അവർക്ക് അത്യാവശ്യമായിട്ട് വന്നു. പക്ഷേ അവർക്കത് അങ്ങനെ കിട്ടാൻ വഴിയില്ല. വേർ ദേ കുഡ് ഗെറ്റ് സച്ച് ലാൻഡ് ഫ്രം. അവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഇത്ര വലിയ ലാൻഡ്, അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് എവിടെ നിന്ന് കിട്ടാനാണ്? ദേ അറ്റംപ്റ്റഡ് ടു ലീസ് ഇൻ ദ ലാൻഡ് അറൗണ്ട് ദ ഇൻഡിഗോ ഫാക്ടറീൻ്റെ ചുറ്റുമുള്ള ആ ലാൻഡ് ലീസിൽ എടുക്കാനായിട്ട് അവർ ട്രൈ ചെയ്തു. അവർ അങ്ങനെ നോക്കി. പക്ഷേ ആൻഡ് എവിക്ട് ദ പെസൻസ് ഫ്രം ദ ഏരിയ. എവിക്ട് എന്ന് പറഞ്ഞാൽ പുറത്താക്കുക. അവിടുത്തെ കൃഷിക്കാരെ ആ ഏരിയയിൽ നിന്ന് പുറത്താക്കും വേണം, അവരെ മാറ്റിയിട്ട് ആ ഏരിയ ലീസിനെടുക്കുകയും വേണം. പക്ഷേ അത് പലപ്പോഴും കോൺഫ്ലിക്റ്റിനും ടെൻഷനും ഒക്കെ കാരണമായി. ദിസ് ഓൾവേസ് ലെഡ് ടു കോൺഫ്ലിക്ട്സ് ആൻഡ് ടെൻഷൻ. ആ പെസൻസ്, ആ കൃഷിക്കാർ അവിടെ വിട്ടു പോകാൻ തയ്യാറല്ലായിരുന്നു, ഇവർക്ക് ലീസിന് കൊടുക്കാൻ പലരും തയ്യാറല്ലായിരുന്നു. അങ്ങനെ കോൺഫ്ലിക്റ്റുകളും ടെൻഷനൊക്കെ ഉണ്ടായി. അതൊരു പ്രോബ്ലമായിരുന്നു.
നോർ വാസ് ലേബർ ഈസി ടു മൊബിലൈസ്. അവർക്ക് ലേബർ എന്ന് പറയുന്നത്, കൃഷിക്കാരെന്ന് പറയുന്നത്, ഈ ജോലി ചെയ്യാൻ കൂലിപ്പണിക്കാരെ കിട്ടുന്നതും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ലാർജ് പ്ലാന്റേഷൻ റിക്വയർഡ് എ വാസ്റ്റ് നമ്പർ ഓഫ് ഹാൻഡ്സ് ടു ഓപ്പറേറ്റ്. ഈ വലിയ പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഈ ഇൻഡിഗോ പ്ലാന്റേഷനിൽ ഒരുപാട് ഹാൻഡ്സ് വേണമായിരുന്നു, ഒരുപാട് ആൾക്കാരെ വേണമായിരുന്നു അവിടെയൊക്കെ ജോലി ചെയ്യാനായിട്ട്. ആൻഡ് ലേബർ വാസ് നീഡഡ് പ്രിസൈസ്ലി അറ്റ് എ ടൈം വെൻ ദ പെസൻസ് വേ യൂഷ്വലി ബിസി വിത്ത് ദ റൈസ് കൾട്ടിവേഷൻ. അതേ സമയത്ത് തന്നെയാണ് ഈ റൈസ് കൾട്ടിവേഷൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഇൻഡിഗോൻ്റെയും കൾട്ടിവേഷൻ നടക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ ഇൻഡിഗോ പ്ലാന്റേഷനിലും ആൾക്കാർ, ജോലിക്കാരെ വേണ്ടത്. അപ്പോൾ ആ സമയത്ത് റൈസ് കൾട്ടിവേഷൻ നടക്കുന്ന, അതായത് നെല്ലിൻ്റെ കൃഷി നടക്കുന്ന ആ സമയത്ത് തന്നെ ഇവർക്കും ജോലിക്കാരെ വേണം. പക്ഷേ അപ്പോൾ അത് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. അത് വേറൊരു പ്രശ്നമായിരുന്നു. നിച്ച് കൾട്ടിവേഷൻ ഓൺ എ ലാർജ് സ്കെയിൽ ഓൾസോ റിക്വയർഡ് മെനി പ്ലൗസ് ആൻഡ് ബുള്ളക്സ്. ഒരുപാട് ഈ നിലമുഴുതാനുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ ബുള്ളക്കുകളും ഈ കാളവണ്ടികളൊക്കെ ഒരുപാട് അത്യാവശ്യമായിരുന്നു. അപ്പോൾ 1 ബിഘ ഓഫ് ഇൻഡിഗോ കൾട്ടിവേഷൻ റിക്വയർഡ് 2 പ്ലാ. അതായത് 1 ബിഘ എന്ന് പറയുന്നത് ഒരു ഏക്കറിൻ്റെ ഒരു 1/3, 1/3 ഭാഗമാണ് ഏകദേശം ബീഘ എന്ന് പറയുന്നത്. ഈ ബീഘ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ലാൻഡ്. ഇപ്പോൾ നമ്മൾ ഏക്കർ, ഹെക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ലാൻഡാണ്. ലാൻഡിൻ്റെ ഭൂമി അളക്കാനുള്ള ഒരു യൂണിറ്റ്. ബിഫോർ ബ്രിട്ടീഷ് റൂൾ ദ സൈസ് ഓഫ് ദിസ് ഏരിയ വാരീഡ്. ബ്രിട്ടീഷ് റൂളിന് അതിനു മുമ്പ് ഈ ബീഘ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല ഏരിയ ആയിരുന്നു, പല സൈസിലുള്ള ഏരിയനെ ബീഘ എന്ന് പറയുമായിരുന്നു. ഇൻ ബംഗാൾ ദ ബ്രിട്ടീഷ് സ്റ്റാൻഡർഡൈസ്ഡ് ഇറ്റ് ടു അബൌട്ട് 1/3 ഓഫ് ആൻ ഏക്കർ. ഒരു ഏക്കറിൻ്റെ 1/3 ഭാഗം, അതിനെയാണ് ബീഘ എന്ന് പറയുന്നത്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെല്ലാം ബീഘ എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ബീഘ എന്ന് പറഞ്ഞാൽ ലാൻഡ് അളക്കാൻ, നമ്മുടെ നാട്ടിലേക്ക് സെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിലൊരു 10-30 സെൻറ്റോളം, 30-35 സെൻറ്റിൻ്റെ ഇടയിൽ വരും ഒരു ബീഘ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് മെൻറ്റ് ദാറ്റ് എ പ്ലാന്റർ വിത്ത് 100 ബീഘാസ്, അപ്പോൾ ഒരു ബീഘയിൽ എത്ര 2 പ്ലൗ വേണം. അതുപോലെ അപ്പോൾ 1000 ബീഘ ഉണ്ടെങ്കിൽ ദേ വുഡ് നീഡ് 2000 പ്ലൗ. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ഓൺ ദ പർച്ചേസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ പ്ലൗ വാസ് ബിഗ് പ്രോബ്ലം. അങ്ങനെ ആ നിലമുഴുതാനുള്ള സാധനങ്ങളെല്ലാം ഇത്രയും വാങ്ങുക എന്ന് പറഞ്ഞാൽ, അത് പിന്നെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പ്രോബ്ലം ആയിരുന്നു. നോർ കുഡ് സപ്ലൈസ് ബി ഈസിലി ഗോട്ട് ഫ്രം ദ പെസൻസ് സിൻസ് ദെയർ പ്ലൗ ആൻഡ് ബുള്ളക്സ് വെർ ബിസി വിത്ത് ദെയർ റൈസ് ഫീൽഡ്സ്. അപ്പോൾ പെസൻസിൽ നിന്ന്, കൃഷിക്കാരിൽ നിന്ന് അവരുടെ ഈ കലപ്പയും അവരുടെ കാളവണ്ടിയൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാലും അത് കടമെടുക്കുക എന്ന് പറഞ്ഞാലും അത് ഈസി ആയിരുന്നില്ല. എന്താ വെച്ചാൽ അവർക്ക് അപ്പോൾ അവരുടെ റൈസ് ഫീൽഡുകൾ, അവരുടെ നെൽപ്പാടങ്ങൾ, നെല്ല് കൃഷി, അതിൽ അവർക്ക് ഇതിനെല്ലാം യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇത് കിട്ടില്ല. ആൻഡ് അഗെയിൻ എക്സാക്ട്ലി at the time that the indigo planters needed them. അപ്പോൾ ഇൻഡിഗോ പ്ലാന്റേഴ്സിനും അതേ സമയത്ത് തന്നെ റൈസ് കൾട്ടിവേഷൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഇൻഡിഗോയും കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഇൻഡിഗോയുടെയും ജോലി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങൾ, ഈ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ ഉപകരണങ്ങൾ കിട്ടലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ടിൽ ദ ലാസ്റ്റ് ദ ലേറ്റ് 19th centuryയുടെ അവസാനം വരെ planters were therefore reluctant to expand the area under niche cultivation. അപ്പോൾ പ്ലാന്റേഴ്സ് അവരുടെ നിച്ച് കൾട്ടിവേഷനിലുള്ള ഇൻഡിഗോൻ്റെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഏരിയ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് റിലക്റ്റൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ ശ്രമിച്ചില്ല. ലെസ് ദാൻ 25% ഓഫ് ദ ലാൻഡ് പ്രൊഡ്യൂസിങ് ഇൻഡിഗോ വാസ് അണ്ടർ ദിസ് സിസ്റ്റം. ഈ നിച്ച് സിസ്റ്റത്തിൽ 25% കുറവായിരുന്നു ഇൻഡിഗോ കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയുള്ള 75% എന്ന് പറയുന്നത് മറ്റേ സിസ്റ്റത്തിലായിരുന്നു, റിയോത്തി സിസ്റ്റത്തിൽ. റെസ്റ്റ് വാസ് അണ്ടർ ആൻ ആൾട്ടർനേറ്റീവ് മോഡ് ഓഫ് കൾട്ടിവേഷൻ. വേറൊരു കൾട്ടിവേഷൻ സിസ്റ്റത്തിലായിരുന്നു റിയോത്തി സിസ്റ്റം. റിയോത്തി സിസ്റ്റത്തിൽ 75% ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് റിയോത്തി സിസ്റ്റത്തിലായിരുന്നു. 25% മാത്രമേ ഈ പ്ലാന്റേഴ്സ് ഈ നിച്ച് സിസ്റ്റത്തിൽ ഡയറക്റ്റായിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമ്മൾ ആ പ്രോബ്ലംസ് എല്ലാം ഇപ്പോൾ നോക്കി.
അപ്പോൾ അതുകൊണ്ട് 25% മാത്രം അവരുടെ അടുത്ത് കൾട്ടിവേഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇൻഡിഗോ ഓൺ ലാൻഡ് ഓഫ് റിയോത്ത്, ഇത് റോത്ത് സിസ്റ്റത്തിനെയാണ്. റോത്തി സിസ്റ്റം ഒരെണ്ണം നിച്ച് സിസ്റ്റവും രണ്ടാമത്തെ രോത്ത് സിസ്റ്റവും. ഈ റോത്ത് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. അണ്ടർ രോത്തി സിസ്റ്റം, ഈ രോത്തി സിസ്റ്റത്തിൽ ദി പ്ലാന്റേഴ്സ് ഫോഴ്സ്ഡ് റിയോത്ത് എന്ന് പറഞ്ഞാൽ ഈ കൾട്ടിവേറ്റർ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ ടു സൈൻ എ കോൺട്രാക്ട്. ഈ പ്ലാന്റർമാർ, ഇൻഡിഗോ മുതലാളികൾ അവരെന്ത് ചെയ്യും, ഈ കൃഷിക്കാരുമായിട്ട് ഈ കൾട്ടിവേറ്ററുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും, ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കും. അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അതിനെ സട്ട എന്നൊക്കെ പറയും, അത് അഗ്രിമെൻറ്റ്. അറ്റ് ടൈംസ് ദേ പ്രഷറൈസ് ദി വില്ലേജ് ഹെഡ്മാൻ ടു സൈൻ ദ കോൺട്രാക്ട് ഓൺ ബിഹാഫ് ഓഫ് ദ റോത്തിൻ്റെ പകരം അല്ലെങ്കിൽ ഈ അവിടുത്തെ കൃഷിക്കാർക്ക് പകരമായിട്ട് വില്ലേജിലെ മെയിനായിട്ടുള്ള ആൾ ആ ഹെഡ്മാനോട് സൈൻ ചെയ്യാൻ പറയും ആ അഗ്രിമെൻറ്റിൽ, അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിക്കും. Those who signed the contract got cash advances from the planter at low rates of interest to produce indigo. അപ്പോൾ ആരൊക്കെ സൈൻ ചെയ്യുന്നുണ്ടോ അഗ്രിമെൻറ്റ്, അവർക്ക് ഈ പ്ലാന്റർമാർ, ഈ ഓണേഴ്സ് എന്ത് ചെയ്യും, ക്യാഷ് കൊടുക്കും. ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കും. അറ്റ് ലോ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്, വളരെ പലിശ കുറച്ച് അവർക്ക് പൈസ കൊടുക്കും. എന്തിനാണ് കൊടുക്കുന്നത്? ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്, ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് അവർ പൈസ കൊടുക്കുന്നത്. ബട്ട് ദി ലോൺ committed the Roth to cultivating indigo on at least 25% of the area under his holding. ഒരാളുടെ അടുത്തുള്ള ലാൻഡിൻ്റെ 25% ഏരിയയിലെങ്കിലും ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം. അതിനാണ് ഈ പൈസ കൊടുക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവർ ഈ അഡ്വാൻസ് ആയിട്ട് പൈസ ഈ കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാം, മറ്റുള്ള കൃഷിയും ചെയ്യാം. പക്ഷേ 25% സ്ഥലത്തെങ്കിലും, അവരുടെ നിലത്ത് അവർക്ക് 25% ഈ ഇൻഡിഗോ ഷുവറായിട്ട് കൾട്ടിവേറ്റ് ചെയ്യണം. ദ പ്ലാന്റർ പ്രൊവൈഡഡ് ദ സീഡ്, പ്ലാന്റർ ഈ ഇൻഡിഗോൻ്റെ സീഡൊക്കെ പ്ലാന്റർ കൊടുക്കും, ഈ ഓണർ കൊടുക്കും. ആൻഡ് ദ ഡ്രില്ല് കൊടുക്കും. ആൻഡ് വൈൽ ദ കൾട്ടിവേറ്റർ പ്രിപ്പയർഡ് ദ സോയിൽ, ഈ കൾട്ടിവേറ്റർ അല്ലെങ്കിൽ കൃഷിക്കാർക്ക് എന്ത് ചെയ്യണം, നിലം ഉഴുതണം. സോഡ് ദ സീഡ്, അതായത് വിതയ്ക്കണം, സീഡ് വിത്ത് വിതയ്ക്കണം. ആൻഡ് ലുക്ക് ആഫ്റ്റർ ദ ക്രോപ്പിനെ വളർത്തണം, അതിനെ നോക്കി വളർത്തണം. അതാണ് കൾട്ടിവേറ്ററിൻ്റെ കാര്യം. ഓണർ എന്ത് ചെയ്യും, പൈസ കൊടുക്കും, അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കും, നേരത്തെ തന്നെ പൈസ കൊടുക്കും, സീഡ് കൊടുക്കും, വിത്ത് കൊടുക്കും, ബാക്കിയുള്ള ഉപകരണങ്ങൾ കൊടുക്കും. പക്ഷേ എന്ത് ചെയ്യണം, സോയിൽ പ്രിപ്പയർ ചെയ്യണം, വിത്ത് വിതയ്ക്കണം, ക്രോപ്പ് എന്നെ നോക്കി വളർത്തണം. അതെല്ലാം ഈ കൃഷിക്കാരൻ്റെ പണിയാണ്. ഇത് ഒരു ഫിഗർ 8 വർക്കേഴ്സ് ഹാർവെസ്റ്റിംഗ് ഇൻഡിഗോ ഹാർവെസ്റ്റ് ചെയ്യുന്ന, ഇൻഡിഗോ കൊയ്യുന്ന അല്ലെങ്കിൽ വിളവെടുപ്പാണ് ഈ കാണുന്നത് 19th century. ഇത് ഇൻ ഇന്ത്യ ഇൻഡിഗോ പ്ലാന്റ് വാസ് കട്ട് മോസ്റ്റ്ലി ബൈ മെൻ, ആണുങ്ങളാണ് ഈ ഇൻഡിഗോ കട്ട് ചെയ്യുന്നത് മോസ്റ്റായിട്ട്. ഇത് ഫിഗർ 9 ഇൻഡിഗോ പ്ലാന്റ് ബീയിങ് ബ്രോട്ട് ഫ്രം ദ ഫീൽഡ് ടു ദ ഫാക്ടറി. ഇങ്ങനെയുള്ള വണ്ടികളിലും തലച്ചുമടൊക്കെ ആയിട്ട് അവർ ഇൻഡിഗോയുടെ ഫാക്ടറി വരെ ഈ ഫീൽഡിൽ നിന്നും വിളവെടുത്തിട്ട് ഫാക്ടറിയിലോട്ട് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു ഇൻഡിഗോ ഫാക്ടറിയാണ് കാണിച്ചിരിക്കുന്നത്. ഹൗ വാസ് ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ്, ഇൻഡിഗോ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. ഇവിടെ കുറേ ടാങ്കുകൾ കാണാം. ഈ ടാങ്കുകളെല്ലാം സ്റ്റോറേജ് ചെയ്യാൻ, ഇൻഡിഗോ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള വലിയ സ്റ്റോറേജ് ടാങ്കുകളാണ്. ഇപ്പോൾ ഇൻഡിഗോ ഫാക്ടറി ലൊക്കേറ്റഡ് നിയർ ഇൻഡിഗോ ഫീൽഡ്സിൻ്റെ അടുത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിഗോ ഫാക്ടറിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ ഈ വാറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സ്റ്റോറേജ് ടാങ്കുകളെല്ലാം വാറ്റ് എന്നാണ് പറയുന്നത്. അതിൽ ബീറ്റർ വാറ്റ്, ഫെർമെൻറ്റിംഗ് വാറ്റ്, അങ്ങനെ പല തരത്തിലുള്ള ടാങ്കുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് പല പ്രോസസ്സിലൂടെയാണ് ഇൻഡിഗോ അല്ലെങ്കിൽ നീല ചായം അല്ലെങ്കിൽ നീലം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ഫിഗർ 11 കാണിച്ചിരിക്കുന്നത് വുമൺ യൂഷ്വലി ക്യാരിഡ് ദി ഇൻഡിഗോ പ്ലാന്റ് ടു ദ വാറ്റ്സ്. സ്ത്രീകളാണ് ഈ ഇൻഡിഗോ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തലയിൽ ചുമന്നുകൊണ്ടൊക്കെ ഇൻഡിഗോ ഫാക്ടറിയിൽ എത്തിക്കുന്നത്. ഇത് ഫിഗർ 12 കാണിച്ചിരിക്കുന്നത് എ വാറ്റ് ബീറ്റർ, അതായത് ആ ഇൻഡിഗോ കൊണ്ടുപോയിട്ട് ആ സ്റ്റോറേജ് ടാങ്കിലിട്ട് അതിനെ ബീറ്റ് ചെയ്ത് ഇൻഡിഗോ ആക്കി മാറ്റുന്ന ജോലി ചെയ്യുന്ന ഒരാളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. an indigo worker who is standing with the paddle എന്ന് പറഞ്ഞ ഒരു തുഴ പോലുള്ള ഒരു വടി,
തുഴ പോലുള്ളൊരു സാധനം ദാറ്റ് വാസ് യൂസ്ഡ് ടു സ്റ്റിർ ദ സൊല്യൂഷൻ ഇൻ ദ വാറ്റ്. ആ സ്റ്റോറേജ് ടാങ്കിലുള്ള സൊല്യൂഷനെ ഇളക്കാനുള്ള ഒരു തുഴ പോലുള്ള സാധനമാണ് അത്. ദീസ് വർക്കേഴ്സ് ഹാഡ് ടു റിമെയിൻ ഇൻ എ വേസ്റ്റ് ഡീപ്പ് വാട്ടർ ഫോർ ഓവർ 8 hours ടു ബീറ്റ് ദി ഇൻഡിഗോ സൊല്യൂഷൻ. ഇൻഡിഗോ സൊല്യൂഷൻ അടിക്കാനായിട്ട് അല്ലെങ്കിൽ കലക്കാനായിട്ട് സ്റ്റിർ ചെയ്യാനായിട്ട് ഇവർക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ, വേസ്റ്റ് ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞാൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ അവർക്ക് 8 മണിക്കൂറോളം, 8 മണിക്കൂറിലും കൂടുതൽ ഇങ്ങനെ ഈ വർക്കർക്ക് ആ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഈ ഇൻഡിഗോ ആ സ്റ്റോറേജ് ടാങ്കിൽ ഇവർക്ക് ഇൻഡിഗോ ഇളക്കിക്കൊണ്ടിരിക്കണം. വാറ്റ് എന്ന് പറഞ്ഞാൽ എ ഫെർമെൻറ്റിംഗ് ഓർ എ സ്റ്റോറേജ് വെസൽ. ഇൻഡിഗോ ഫെർമെൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻഡിഗോ സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കുകൾ അല്ലെങ്കിൽ വെസലുകളാണ് വാറ്റ് എന്ന് പറയുന്നത്. ദി ഇൻഡിഗോ വില്ലേജസ് were usually around the indigo factories owned by planters. പ്ലാന്റേഴ്സിൻ്റെ ഇൻഡിഗോ ഫാക്ടറീസിൻ്റെ ചുറ്റുമൊക്കെയാണ് ഇൻഡിഗോ വില്ലേജസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഹാർവെസ്റ്റ് കഴിയുമ്പോൾ, വിളവെടുത്ത് കഴിയുമ്പോൾ ഇൻഡിഗോ പ്ലാന്റ് വാസ് ടേക്കൺ ടു ദ വാറ്റ്സ് ഇൻ ദ ഇൻഡിഗോ ഫാക്ടറിയിലെ വാറ്റുകളിലോട്ട്, ആ സ്റ്റോറേജ് ടാങ്കുകളിലോട്ട് ഇൻഡിഗോ പ്ലാന്റിനെ കൊണ്ടുവരും. 3 or 4 vats were needed to manufacture the dye. അപ്പോൾ 3 or 4 അങ്ങനെയുള്ള സ്റ്റോറേജ് ടാങ്കുകൾ വേണ്ടിവരും ഈ ഡൈ ഉണ്ടാക്കാനായിട്ട്, ഇൻഡിഗോ ഡൈ ഉണ്ടാക്കാനായിട്ട്. ഈച്ച് വാറ്റ് ഹാഡ് എ സെപ്പറേറ്റ് ഫങ്ഷൻ. ഓരോ സ്റ്റോറേജ് ടാങ്കിനും ഓരോ വാറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ദി ലീവ്സ് സ്ട്രിപ്ഡ് ഓഫ് ദി ഇൻഡിഗോ പ്ലാന്റ് വെർ ഫസ്റ്റ് സോക്ഡ് ഇൻ എ വാം വാട്ടർ ഇൻ എ വാറ്റ്. അപ്പോൾ ഒരു സ്റ്റോറേജ് ടാങ്കിൽ ഈ ഇൻഡിഗോ പ്ലാന്റിൽ നിന്നുള്ള ഇലകളൊക്കെ എടുത്തിട്ട് അതിലിടും. അത് എവിടെയാണ് ഇടുന്നത്? വാം വാട്ടറിൽ, വാറ്റിലുള്ള ആ സ്റ്റോറേജ് ടാങ്കിലുള്ള വാം വാട്ടറിൽ, നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറേ മുക്കി വയ്ക്കും. അത് നോൺ ആസ് ഫെർമെൻറ്റിംഗ് യാ സ്റ്റീപ്പർ വാറ്റ്. അങ്ങനെയുള്ള സ്റ്റോറേജ് ടാങ്കിനെയാണ് പറയുന്നത് ഫെർമെൻറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റീപ്പർ വാറ്റ്. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്റ്റീപ്പർ വാറ്റ്, ഫെർമെൻറ്റിംഗ് വാറ്റ് അല്ലെങ്കിൽ സ്റ്റീപ്പർ വാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറേ നേരം ഇട്ട് വയ്ക്കും, ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കും ഈ ഇതിൻ്റെ ഇൻഡിഗോ പ്ലാന്റിൻ്റെ ഇല. ഫോർ സെവറൽ അവേഴ്സ്, ഒരുപാട് മണിക്കൂറുകളോളം ഇതിങ്ങനെ ഇട്ട് വയ്ക്കും. വെൻ ദ പ്ലാന്റ് ഈസ് ഫെർമെൻറ്റേഷൻ നടന്നു കഴിയുമ്പോൾ ലിക്വിഡ് ബിഗാൻ ടു ബോയിൽ. അതിൽ നിന്ന് ഈ ബബിൾസ് വരാൻ തുടങ്ങും, ബോയിൽ ചെയ്യാൻ തുടങ്ങും. നൗ ദ റോട്ടൺ ലീവ്സ്, അതായത് അഴുകിയ ഇലകൾ വെർ ടേക്കൺ ഔട്ട്, അത് പുറത്ത് എടുത്ത് കളയും. ആൻഡ് ദ ലിക്വിഡ് ഡ്രെയിൻഡ് ഇൻ ടു അനദർ വാറ്റ്. അതിൽ നിന്നുള്ള ബാക്കിയുള്ള ആ ലിക്വിഡ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. ആ വെള്ളം, കളറുള്ള വെള്ളം വേറൊരു സ്റ്റോറേജ് ടാങ്കിലോട്ട് മാറ്റും. ദാറ്റ് വാസ് പ്ലേസ്ഡ് ജസ്റ്റ് ബിലോ ദ ഫസ്റ്റ് വാറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റോറേജ് ടാങ്കിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് ടാങ്ക് ആകും അത്. അതിലേക്ക് ആ വെള്ളം മൊത്തം മാറ്റും, ആ അഴുകിയ ഇലകൾ മാറ്റിക്കളയും. ഇൻ ദ സെക്കൻഡ് വാറ്റിനെയാണ് പറയുന്നത് ബീറ്റർ വാറ്റ്. ദി സൊല്യൂഷൻ വാസ് കണ്ടിന്യൂസ്ലി സ്റ്റിർ എന്ന് പറയാം, ഇളക്കിക്കൊണ്ടിരിക്കും ആ സൊല്യൂഷനെ. ആൻഡ് ബീറ്റൺ വിത്ത് പാഡൽസ് വെച്ച്, ആ തുഴകൾ വെച്ച് അടിച്ചുകൊണ്ടിരിക്കും, ഇളക്കിക്കൊണ്ടിരിക്കും. വൻ ദ ലിക്വിഡ് ഗ്രാജുവലി ടേൺഡ് ഗ്രീൻ. അങ്ങനെ ലിക്വിഡ് പിന്നെ എന്തായി മാറും? ഒരു പച്ച കളറായി മാറും. ദെൻ ബ്ലൂ കളറായി മാറും. അത് കഴിയുമ്പോൾ നീല കളറായി മാറും. ലൈം വാട്ടർ വാസ് ആഡഡ് ടു ദ വാറ്റ്. നീല കളറായി മാറുമ്പോൾ അതിൽ ലൈം വാട്ടർ ആഡ് ചെയ്തിട്ട് ഗ്രാജുവലി ദ ഇൻഡിഗോ സെപ്പറേറ്റഡ് ഔട്ട് ഇൻ ഫ്ലേക്സ്. അപ്പോൾ ഇൻഡിഗോ, ആ നീലം ഓരോരോ ഫ്ലേക്കുകളായിട്ട്, ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്തു വരും. എ മഡി സെഡിമെൻറ്റ് സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ വാറ്റ്. ഒരു മണ്ണ് പോലുള്ള ഈ ഇൻഡിഗോ ആ സ്റ്റോറേജ് ടാങ്കിൻ്റെ അടിയിൽ സെറ്റിൽ ഡൗൺ ആവും. ആൻഡ് എ ക്ലിയർ ലിക്വിഡ് റോസ് ടു ദ സർഫേസ്. ഒരു ക്ലിയർ ലിക്വിഡ് അതിൻ്റെ മുകളിൽ വരും. ആൻഡ് ദ ലിക്വിഡ് വാസ് ഡ്രെയിൻഡ് ഓഫ്. ആ മുകളിലുള്ള ക്ലിയർ ലിക്വിഡിനെ, ആ വെള്ളത്തിനെ ഒഴിച്ചു കളയും അല്ലെങ്കിൽ മാറ്റിക്കളയും. ആൻഡ് ദ സെഡിമെൻറ്റ് ദ ഇൻഡിഗോ പൾപ്പ്. ആ സെഡിമെൻറ്റിനെ പറയുന്നത് അതിൻ്റെ താഴെ അടിഞ്ഞുകൂടുന്ന ആ പൾപ്പ് അല്ലെങ്കിൽ ഇൻഡിഗോ പൾപ്പ്, അതാണ് സെഡിമെൻറ്റ്. ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ ഫാറ്റ്. വേറൊരു വാറ്റിലോട്ട്, വേറൊരു സ്റ്റോറേജ് ടാങ്കിലോട്ട് അത് മാറ്റും. അതിനെയാണ് പറയുന്നത് സെറ്റിലിംഗ് വാറ്റ് എന്ന് പറയും. അതിൽ ആ സെഡിമെൻ്റ് അല്ലെങ്കിൽ ഇൻഡിഗോ പൾപ്പിനെ അതിലോട്ട് മാറ്റും. അത് സെറ്റിൽ ഡൗൺ ആവും. ആൻഡ് ദെൻ പ്രസ്ഡ് ആൻഡ് ഡ്രൈഡ് ഫോർ സെയിൽ. അപ്പോൾ അതിൽ അച്ചുകളുണ്ടാവും, മോൾഡുകളുണ്ടാവും. അതിൽ നിറച്ചിട്ട് അതിനെ പ്രസ് ചെയ്ത് പ്രഷർ കൊടുത്ത് അതിൽ നിന്നുള്ള വെള്ളമൊക്കെ കളഞ്ഞ് നല്ല ബ്ലോക്കുകളായിട്ട് മാറ്റും. എന്നിട്ട് അതിനെ ഡ്രൈഡ് ഫോർ സെയിൽ, ഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഉണക്കും.
ഉണക്കി സെയിലിന് റെഡിയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫിഗർ 13 കാണുന്നത് ഇൻഡിഗോ ഇസ് റെഡി ഫോർ സെയിൽ. ഈ കാണുന്നതല്ല, ഇൻഡിഗോ ആണ് റെഡി ഫോർ സെയിലായിട്ടുള്ള വിൽക്കാൻ തയ്യാറായ ഇൻഡിഗോൻ്റെ ബ്ലോക്കുകളാണ്. ഹിയർ യു ക്യാൻ സീ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് പ്രൊഡക്ഷൻ്റെ. വർക്കേഴ്സ് സ്റ്റാമ്പിങ് ആൻഡ് കട്ടിങ്, അതിനെ ഈക്വലായിട്ട് കട്ട് ചെയ്യുകയാണ്. ആൻഡ് ദ ഇൻഡിഗോ പൾപ്പ് ദാറ്റ് ഹാസ് ബീൻ പ്രസ്ഡ് ആൻഡ് മോൾഡഡ്, മോൾഡ് ചെയ്ത, വാർത്തെടുത്ത അല്ലെങ്കിൽ ഷേപ്പിൽ എടുത്ത ഇൻഡിഗോ പൾപ്പ് അതിനെ പ്രസ് ചെയ്ത് നല്ല ബ്ലോക്കുകളായിട്ട് കട്ടകളാക്കി മാറ്റി. ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് യു ക്യാൻ സീ എ വർക്കർ ക്യാരിയിങ് എവേ ദ ബ്ലോക്സ് ഫോർ ഡ്രൈയിങ്. എന്നിട്ട് ആ ബ്ലോക്കുകൾ അങ്ങനെയുള്ള കട്ടകൾ കൊണ്ടുപോയിട്ട് ഉണക്കും. വെൻ ദ ക്രോപ്പ് വാസ് ഡെലിവേർഡ് ടു ദ പ്ലാന്റർ, അങ്ങനെ ക്രോപ്പ് ഈ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് ഇൻഡിഗോ അവർക്ക് പ്ലാന്റർക്ക് അല്ലെങ്കിൽ ആ ഓണർക്ക് കൈമാറ്റം ചെയ്തു. ആഫ്റ്റർ ദ ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അയാൾക്ക് കൊടുത്തു. ആൻഡ് ദ ന്യൂ ലോൺ വാസ് ഗിവൺ ടു ദ റിയോത്തിന് അല്ലെങ്കിൽ ആ കൃഷിക്കാരന് അടുത്ത ലോൺ കൊടുക്കും. ആൻഡ് ദ സൈക്കിൾ സ്റ്റാർട്ടഡ് ഓൾ ഓവർ അഗെയിൻ. ഈ പ്രോസസ്സ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും. അവർ വിത്ത് കൊടുക്കും, പിന്നെ ഈ കൃഷിക്കാരൻ എന്ത് ചെയ്യണം, അവിടെ നിലമുഴുതണം, വിത്ത് വിതയ്ക്കണം, ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യണം, അതിനെ നോക്കണം, പിന്നെ ഹാർവെസ്റ്റ് ചെയ്യണം, എന്നിട്ട് പ്ലാന്റർക്ക് പിന്നെയും കൊണ്ടു കൊടുക്കണം. അങ്ങനെ ഈ സൈക്കിള് പിന്നെയും കണ്ടിന്യൂ ആയിരിക്കും. പെസൻസ് ഹൂ വെർ ഇനിഷ്യലി ടെംപ്റ്റഡ് ബൈ ദ ലോൺസ് സൂൺ റിയലൈസ്ഡ് ഹൗ ഹാഷ് ദ സിസ്റ്റം വാസ്. അപ്പോൾ പെസൻസ്, കൃഷിക്കാർക്ക് ആദ്യം ലോൺ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ, പൈസ അഡ്വാൻസ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ അവർക്ക് പിന്നീട് മനസ്സിലായി എത്ര കഠിനമാണ് ആ ലോണുകൾ, ആ പൈസകൾ തിരിച്ചടക്കുന്നതെന്ന്. ദ പ്രൈസ് ദേ ഗോട്ട് ഫോർ ദ ഇൻഡിഗോ ദേ പ്രൊഡ്യൂസ്ഡ് വാസ് വെരി ലോ. അവരുണ്ടാക്കിയ ഈ ഇൻഡിഗോൻ്റെ പ്രൈസ്, വില എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയത് വളരെ കുറവായിരുന്നു. ആൻഡ് ദ സൈക്കിൾ ഓഫ് ലോൺസ് നെവർ എൻഡഡ്. അവരുടെ ഈ ലോൺ വാങ്ങിക്കലും പിന്നെ വീട്ടലും പിന്നെ വാങ്ങിക്കലും വീട്ടലും അത് ഒരിക്കലും അവസാനിക്കാതെ അങ്ങനെ തുടർന്നു കൊണ്ടുപോയി. ദെർ വർ അതർ പ്രോബ്ലംസ് ടു. അതുപോലെ തന്നെ മറ്റുള്ള പ്രോബ്ലംസും ഉണ്ടായിരുന്നു. പ്ലാന്റേഴ്സ് യൂഷ്വലി ഇൻസിസ്റ്റഡ് ദാറ്റ് ഇൻഡിഗോ ബി കൾട്ടിവേറ്റഡ് ഓൺ ദ ബെസ്റ്റ് സോയിൽസ് ഓഫ് വിച്ച് ദ പെസൻസ് പ്രിഫേർഡ് ടു കൾട്ടിവേറ്റ് റൈസ്. അപ്പോൾ പ്ലാന്റേഴ്സ് പറയും, ഈ കടം കൊടുക്കുന്ന ഈ ഓണർമാർ പറയുകയാണ്, അവർ ഇൻസിസ്റ്റ് ചെയ്യും, അവർ ഫോഴ്സ് ചെയ്യും, എന്താണ് അവരുടെ ബെസ്റ്റ് സോയിലിൽ, അവർക്കുള്ളതിലും ഏറ്റവും മികച്ച സോയിലിൽ, ഏറ്റവും നല്ല മണ്ണിൽ, ഫെർട്ടൈലായിട്ടുള്ള മണ്ണിൽ വേണം ഈ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ. അവിടെ അവർ യൂഷ്വലായിട്ട് റൈസാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഈ നെല്ലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആ നല്ല നിലത്ത് തന്നെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് പ്രഷറൈസ് ചെയ്യും. ഇൻഡിഗോ മോർ ഓവർ ഹാഡ് ഡീപ്പ് റൂട്ട്സ്. ഇൻഡിഗോയ്ക്ക് നല്ല താഴത്തോട്ട് ഇറങ്ങി പോകുന്ന റൂട്ട്സാണുള്ളത്, വേരുകളാണുള്ളത്. ആൻഡ് ഇറ്റ് എക്സോസ്റ്റഡ് ദ സോയിൽ റാപ്പിഡ്ലി. ആ മണ്ണിലുള്ള ഫലഭൂയിഷ്ടി എല്ലാം, ഫെർട്ടിലിറ്റി എല്ലാം, ഫെർട്ടൈലായിട്ടുള്ള സോയിലിനെ എല്ലാം, അതിലുള്ള ഫെർട്ടിലിറ്റി എല്ലാം പെട്ടെന്ന് തന്നെ ഇത് വലിച്ചെടുക്കും. ആഫ്റ്റർ ദി ഇൻഡിഗോ ഹാർവെസ്റ്റ്, ഇൻഡിഗോ ഒന്ന് വളർന്ന് അതിനെ ഹാർവെസ്റ്റ് ചെയ്ത് വിളവെടുത്ത് കഴിയുമ്പോൾ ദ ലാൻഡ് കുഡ് നോട്ട് ബി സോൺ വിത്ത് റൈസ്. പിന്നെ അത് അവിടെ റൈസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഫെർട്ടൈലായിട്ടുള്ള ലാൻഡെല്ലാം അൺഫെർട്ടൈലായിട്ട് മാറി, ഫലഭൂയിഷ്ടി ഇല്ലാതെയായി മാറി. അതിലിനി റൈസ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വേറൊരു മെയിൻ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇൻഡിഗോ കൾട്ടിവേഷനെ കുറിച്ചും എങ്ങനെയാണ് ഇൻഡിഗോ ഡൈ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും റിയോത്തി സിസ്റ്റത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ നിച്ച് കൾട്ടിവേഷനെ കുറിച്ചും അതിൻ്റെ പ്രോബ്ലംസിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കെല്ലാം ഇതെല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.